ഓട്ടോയാണോ? ഓട്ടോ ആ വന്നാട്ടെ. എന്താ പേര്? എൻ്റെ പേര് മിഥുൻ. എന്ത് ചെയ്യുന്നു? അവിടെ കളക്ഷൻ വർക്ക് ചെയ്യുന്നു. എവിടെയാ? കളക്ഷൻ വർക്കാണ്. ഏതിന്റെ? ഇത് കിച്ചൺ സെറ്റിന്റെ ഒക്കെ. ഓക്കെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇപ്പം പെരുന്നാളിന്റെ എല്ലാം കൊണ്ട് കുറച്ച് ഡൗൺ. ഇന്നിപ്പോ അവധിയാ? ഇന്ന് അവധിയാ. ഇന്നിപ്പോ എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, ടൗണിലേക്ക് ഒന്ന് കറങ്ങുക. ഓക്കെ. എവിടെ വീട്? എവിടെയാ? പള്ളിക്കുന്ന്. എങ്ങനെ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത ഇപ്പൊ സിറ്റിംഗ് എം പി ആണല്ലോ. അതെ, സുധാകരൻ വീണ്ടും ഒരു വട്ടം കൂടി കൊടുത്തേക്കാം. ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അംഗപരിമിതർക്കൊക്കെ ആള് കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തിയിലേക്ക് നിന്നിട്ടുണ്ട്. അപ്പൊ കെ സുധാകരൻ അങ്ങനെ ഒരു സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായും. ഓക്കെ. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂര് ജവഹർ സ്റ്റേഡിയത്തിൻ്റെ സമീപത്താണ്. സിവിൽ ക്രിമിനൽ കോടതികൾ ഇവിടെയാണല്ലേ? എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരം രാഷ്ട്രീയ കേസുകൾ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടുകയും വിധി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നത് ഈ സിവിൽ ക്രിമിനൽ കോടതിയിലായിരിക്കും, കണ്ണൂരായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ. പറയാൻ കഴിയില്ല, പൊളിറ്റിക്കൽ കേസാണ്. ബാക്കി കേസുകൾ എല്ലാത്തിടത്തും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്കൊപ്പം ശരത് കെ ശശി കൂടി ചേരുന്നുണ്ട്. ശരത്തെ ഞാൻ വരാം. നമ്മളിപ്പോൾ ഉള്ളത് ഹലോ കുതിരപ്പുറത്ത് കയറണോ? അവർ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഹലോ, നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ്. ഹലോ, ഗുഡ് മോർണിംഗ് മാം. എങ്ങോട്ട് പോകുന്നു? രാവിലെ എവിടെ പോയിട്ട് വരാ? ഏത് അമ്പലത്തില്? എവിടെ വീട്? എവിടെയാ? അപ്പൊ ഇനി ബസ്സിൽ കയറി വീട്ടിൽ പോകും. എത്ര ദൂരമുണ്ട് വീട്ടിലേക്ക്? വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉള്ളോ? ആണ്. എല്ലാ ദിവസവും വരുമോ അതോ ഇടയ്ക്കിടയ്ക്ക് അവധിയായിട്ട്? എന്ത് ചെയ്യുന്നു മാഡം? ഞാനിപ്പം ചെയ്യുന്നില്ല, റെയിൽവേ സ്റ്റേഷനിലെ ക്യാൻറ്റീൻ. എങ്ങനെയാ മൊത്തം? നമസ്കാരം മാം. അമ്പലത്തിൽ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയിട്ട് വന്നാണോ? ചേച്ചിയുടെ കുറിയിൽ ഒരു കുറി കാണാനില്ല ഇവിടെ. ഏതോ ഒരു കോവില് പോയില്ല. രണ്ടാളും ഒരുമിച്ചാണുള്ളത് അല്ലേ? 1, 2, 3, 4 സ്ഥലത്ത് പോയെന്ന് തോന്നുന്നു. ഓക്കെ. എങ്ങനെ പോകുന്നു ഇവിടുത്തെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ അവസ്ഥ? എന്താ? ആര് ജയിക്കും? പറയാൻ പറ്റില്ല. ഇവര് ജയിക്കണ്ട. അതായത് UDF ആണോ ഉദ്ദേശിച്ചത്? അല്ല, മോദി സർക്കാരോ? മോദി സർക്കാരാണ് ഇനി ഭരിക്കേണ്ടത്. മോദി സർക്കാർ ഭരിക്കണം എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ LDF വേണ്ട. കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ LDF കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാരികളാണെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുണ്ട് അല്ലേ? രാഷ്ട്രീയ അഭിപ്രായം ആയോണ്ടല്ല, നമുക്ക് എന്താ പറയണ്ടേ, എന്തെങ്കിലും പറയണ്ട, എനിക്ക് മനസ്സിലാവും, പറഞ്ഞുതരാൻ പറ്റുന്നത്. മോദി അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ, പിണറായി വിജയൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? അത് കൊള്ളാം. അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും. ചേച്ചി അനിയത്തിയാണ്. ഒരു കുടുംബത്തിൽ തന്നെ രണ്ടുപേര്. ഇതെങ്ങനെ വന്നു ഇവിടെ മോദി സ്നേഹവും ഇവിടെ പിണറായി സ്നേഹവും? ഒരു വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മോദിക്കൊപ്പമാണോ പിണറായിക്കൊപ്പമാണോ? വീട്ടിൽ മോദിക്കൊപ്പമാണ്. അപ്പൊ കനൽ ഒരു തരി മതി എന്നാണ് അല്ലേ? ഒരാൾ മാത്രമാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ മണ്ഡലത്തിൽ എന്താ സാധ്യതയുള്ളത് ചേച്ചി? രണ്ടുപേരും ഒരു വീട്ടിലല്ലേ? ചേച്ചി വരാ. അപ്പൊ ചേച്ചി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, മണ്ഡലത്തിൽ എന്താ സാധ്യത, വിജയ സാധ്യത ഇറക്കാം? കണ്ണൂര് ജയരാജൻ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് അല്ലേ? ഇവിടെ സുധാകരൻ ജയിക്കാനാണ് സാധ്യത. അങ്ങനെയുണ്ട് സാധ്യത. സുധാകരൻ ജയിക്കണം. വളരെ ചെറിയ മാർജിനിൽ ഒരു പക്ഷേ ജയിച്ചേക്കാം. മത്സരം കടുത്തതാണ്. കടുത്ത മത്സരമാണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ 2 BJP അനുകൂല ആളുകളോട് ചോദിക്കുമ്പോഴും MD ജയരാജന് സാധ്യത കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അത് നമുക്ക് കണക്കുകളൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ പ്രതികരണം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്രതികരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂരാണ്. നമുക്ക് ശരത് കെ ശശിയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. നമസ്കാരം. ഹലോ കഴിഞ്ഞോ? ഈദ്ഗാഹിലുണ്ടായിരുന്നോ? ഇവിടെ ആയിരുന്നോ? ടൗണിലുണ്ടായിരുന്നു. ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാണോ? ആണല്ലേ? നോമ്പെല്ലാം എടുത്തു? എത്ര വർഷമായിട്ട് നോമ്പ് എടുക്കുന്നുണ്ടാവും? ഈദ്ഗാഹ് കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങുകയാണോ? കുടുംബ വീട്ടിലേക്ക് പോവാ? അവിടെ ആയിരിക്കും. ഒരുപാട് ദൂരം ഉണ്ടോ? ആണല്ലേ? എവിടേക്കാ? കുടുംബ വീട്ടിലേക്കാണോ എല്ലാരും? ആണല്ലേ? ഓക്കെ, സന്തോഷം. ഓക്കെ.